ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലം എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി നമ്മൾ ഈ മിഡിൽ ഇൻകംകാർ, മിഡിൽ ക്ലാസ് പീപ്പിൾ, മലയാളീസ് മാത്രമല്ല ഒരുവിധം എല്ലാവരും ഒരു മാസാവസാനമാകുമ്പോഴത്തേക്കും നന്നായിട്ടൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ, അതായത് ഒരു ഫിനാൻഷ്യൽ ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം മാർച്ച് അവസാനമായി, ഇപ്പം തന്നെ നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങി, ഈശ്വര ഇനി എന്നായിരിക്കും സാലറി വരുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമുക്ക് ഈ കിട്ടുന്ന സാലറി ഏത് വഴിക്ക് ചിലവായി പോകുന്നു? ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിലും കാശില്ല. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ടൂൾ ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതെ, ഇന്ന് നമ്മൾ ബഡ്ജറ്റിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു 3-4 കൊല്ലം മുമ്പൊക്കെ ഞാൻ ഈ ബഡ്ജറ്റിങ്ങിനെ പറ്റി കേൾക്കുന്നത് ഒന്നുകിൽ വല്ല കേന്ദ്ര ബഡ്ജറ്റും നമുക്കിങ്ങനെ വരില്ലേ, കേന്ദ്ര ബഡ്ജറ്റ് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഈ മലയാള സിനിമകളിൽ വളരെ കണിശക്കാരനായ ഒരു ഗൃഹനാഥൻ അതിലെ കുടുംബാംഗങ്ങൾക്കെല്ലാം കാശുകൾ ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്നു. ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു ഞാൻ എപ്പോഴും ബഡ്ജറ്റിങ്ങിനെ കണ്ടിരുന്നത്. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ നോളജോ അതിനനുസരിച്ചിട്ടുള്ള എക്സ്പെർട്ടീസോ ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ വരവും ചിലവും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, ഇതിങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് എൻ്റെ ഫിനാൻഷ്യൽസ് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ? അങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലുള്ള മെയിൻ പ്രോബ്ലം, നമുക്കവിടെ കമ്പാരിസൺ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഈ മാസത്തെ എൻ്റെ ചിലവും കഴിഞ്ഞ മാസത്തെ എൻ്റെ ചിലവും ഒന്ന് കമ്പയർ ചെയ്യേണ്ടി വന്നാൽ അവിടെയാണ് നമുക്ക് ഡിഫിക്കൽട്ടി ഫീൽ ആവുന്നത്. സോ ബഡ്ജറ്റിംഗ് വളരെ എഫക്റ്റീവാണ്. ബഡ്ജറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ബഡ്ജറ്റിംഗ് നമുക്ക് 2 രീതിയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ ചെയ്യാം, അതായത് ഒരു എക്സൽ ഫോർമാറ്റിൽ. അത് അത്യാവശ്യം നല്ല ഈസിയാണ് കേട്ടോ, കാരണം എക്സലിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം പിന്നെ ഒരു മെത്തേഡ് ഉള്ളതെന്ന് പറയുന്നത്, നമുക്ക് ബൈൻഡർ, അതായത് ഒരു നോട്ട്ബുക്കിൽ നമുക്ക് ബഡ്ജറ്റിംഗ് ഒരു പ്ലാനർ പോലെ സെറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും ഒരു നോട്ട്ബുക്ക് പ്ലാനറായിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും മോസ്റ്റ് കോമൺലി നമ്മളൊരു ഇൻകം സൈഡും എക്സ്പെൻസ് സൈഡും, അതായത് എക്സ്പെൻസ് ട്രാക്കറും മാത്രമേ അതിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ. അങ്ങനെയല്ല, നമ്മളെപ്പോഴും ഒരു ബഡ്ജറ്റ് പ്ലാനർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻകം സൈഡും എക്സ്പെൻസ് സൈഡും ഉറപ്പായിട്ടും വേണം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡെപ്റ്റ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു കോളം കൂടി വേണം. ഡെപ്റ്റ് ട്രാക്ക് ചെയ്യുക ഇൻ ദ സെൻസ്, നമ്മുടെ കാർ ലോൺ ഉണ്ടാവും, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അതിനിപ്പോൾ എത്ര പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ഇനി എത്ര വർഷത്തിലാണ് നമ്മളത് തീർക്കാൻ പോകുന്നത്, അതൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യണം. സോ നമ്മുടെ ബഡ്ജറ്റ് പ്ലാനറിൽ ഇപ്പോഴും ഡെപ്റ്റ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, ഒരു കോളം കൂടി ഉണ്ടാവണം. പിന്നെ വേണ്ടത് നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനാണ്. നമ്മളിങ്ങനെ ബഡ്ജറ്റ് ഒരു ഫിനാൻഷ്യൽ ഗോൾ വെച്ചിട്ടായിരിക്കും എപ്പോഴും ചെയ്യുന്നത്. ആ ഫിനാൻഷ്യൽ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളം കൂടി നമ്മൾ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യണം. ബഡ്ജറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബഡ്ജറ്റിംഗ് സ്ട്രാറ്റജീസ് സെലക്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഒരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് 50-30-20 എന്ന് പറയുന്ന റൂളാണ്. 50-30-20 റൂൾ എന്ന് പറയുന്നത് 50% ഓഫ് അവർ ഇൻകം നമ്മളെപ്പോഴും നമ്മുടെ ബേസിക് നീഡ്സിൽ മാറ്റിവെക്കുന്നു. ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? നമ്മുടെ EMIs, അത് നമുക്കുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസാണ്. നമ്മുടെ ചൈൽഡ് കെയർ, പാരൻസിനുള്ള മെഡിസിൻസ്, നമ്മുടെ റെൻറ്റ്, ഫോൺ ബില്ല്, EMI, കറണ്ട് ബില്ല്, ഇതൊക്കെ നമ്മുടെ ഈ യൂട്ടിലിറ്റീസ്, ഇതെല്ലാം നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസസ് ആണ്. സോ അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് നമ്മുടെ ഈ 50% ഓഫ് ഇൻകമിൽ കവർ ചെയ്യണം. പിന്നെ 30% നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ സ്വന്തം എൻ്റർടൈൻമെൻറ്റിന്, നമുക്ക് മനസ്സിന് കുറച്ച് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക്, നമ്മുടെ ഫാമിലി ടൈം, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ, നമ്മളൊരു പിക്നിക്ക് പോകാൻ, ഒരു മൂവി ഡേറ്റിന് പോകാൻ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നതാണ് ഈ 30%. പക്ഷേ ഡെഫിനറ്റായിട്ടും 20% ഓഫ് യുവർ ഇൻകം അത് നമ്മൾ സേവിങ്സിലേക്ക് മാറ്റണം. ഇങ്ങനെ സേവിങ്സിലോട്ട് മാറ്റുന്ന എമൗണ്ട് 20% നമുക്ക് ഓട്ടോമേറ്റഡ് സേവിങ്സിലോട്ട് മാറ്റാൻ പറ്റുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 2 ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്കൊരു സാലറി അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഒരു ബാങ്ക് അക്കൗണ്ട് കൂടി വേണം.
സാലറി അക്കൗണ്ടിൽ എപ്പോഴും നിങ്ങളുടെ ഫിക്സഡ് ആയിട്ടുള്ള, അതായത് വോൺസിനുള്ള കാശ് അതിൽ വെച്ചേക്കുക. നിങ്ങളുടെ നീഡ്സിനുള്ള കാശ് ഈ സെക്കൻഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കുക. അപ്പോൾ ഈ സാലറി അക്കൗണ്ടിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് നമ്മുടെ സാലറി വരുന്ന ദിവസം നമുക്ക് എന്തൊക്കെ സേവിങ്സിലേക്കാണോ പോകേണ്ടത്, അതായത് നിങ്ങളുടെ SIP, NPS, പിന്നെ നമ്മുടെ RD, അങ്ങനെയുള്ള ഗോൾഡ് ചിട്ടി, അങ്ങനെയുള്ള എമൗണ്ടുകൾ എന്തെങ്കിലും പോകണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൽ നിന്ന് ഓട്ടോമേറ്റ് ചെയ്ത് പോകുന്ന പോലെ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ 50-30 റൂള് ഫോളോ ചെയ്യാൻ പറ്റാതില്ല. നമ്മൾ ചിലപ്പം ഈ ഹോം ലോൺ EMI ഒക്കെ കമ്മിറ്റ് ചെയ്തവരാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 50% നമ്മുടെ ആ ഒരു ബേസിക് നീഡ്സ് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളെപ്പോഴും 30% മാത്രമേ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ 20% ഓഫ് ഇൻകം എപ്പോഴും നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്കിപ്പോഴത്തെ കാര്യം അറിയാമല്ലോ, നമുക്ക് ആർക്കും അങ്ങനെ ഒരു പെൻഷനോ ഒന്നുമില്ല. നമ്മുടെ റിട്ടയർമെൻറ്റ് കൂടി എയിം ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വയസ്സുകാലത്ത് നമ്മൾ കഷ്ടപ്പെടും. ഒരു ചൊല്ലില്ലേ, നമ്മൾ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാമെന്നാണ് പറയുന്നത്. സോ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ഇൻകം ഇല്ലാത്ത സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സീറോ ബഡ്ജറ്റിംഗ് മെത്തേഡാണ്. അതിപ്പം മോസ്റ്റ്ലി നമ്മുടെ ഹോം മേക്കേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ചില കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ ഹസ്ബൻഡ് മാത്രമായിരിക്കും ഏർണിംഗ് മെമ്പർ. അദ്ദേഹം ജോലിക്ക് പോയിട്ട് കാശ് കൊണ്ട് ഹൗസ് വൈഫ്സ് അവരുടെ വൈഫ്സിനെ ഏൽപ്പിക്കുകയായിരിക്കും. അപ്പോൾ അവർ ഒരു ബാങ്ക് അക്കൗണ്ടിലായിരിക്കും, ചിലപ്പോൾ GPayയിലായിരിക്കും എല്ലാ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എത്ര രൂപ ഓരോ കാര്യങ്ങൾക്ക് പോകണം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് എഴുതി വയ്ക്കുക. ആ എമൗണ്ട് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ എൻവലപ്പ് മെത്തേഡ് എന്നൊരെണ്ണമുണ്ട്. ഈ എൻവലപ്പ് മെത്തേഡിൽ ഓരോ എൻവലപ്പിലും ഓരോ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാശ് എടുത്തു വെക്കുക. സോ അതിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇനി അതിലെത്ര കാശ് ബാലൻസ് ഉണ്ട് എന്നുള്ളതും അതെങ്ങനെ തീരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. സോ ഈ രണ്ട് മെത്തേഡ് വളരെ എഫക്റ്റീവാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ ബഡ്ജറ്റ് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പറ്റില്ല. നമ്മളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം. സോ ഓരോ മന്ത് കഴിയുമ്പോഴും നമ്മുടെ ആ മാസത്തെ വരവ്, ചെലവ്, ഡെപ്റ്റ് ട്രാക്ക് ചെയ്യണം. അത് ട്രാക്ക് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് ചേഞ്ചിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഈ ബഡ്ജറ്റിംഗ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുള്ളൂ. അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ഷുഡ് സെലിബ്രേറ്റ് ഇറ്റ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് സേവ് ചെയ്ത കാശ് ചിലവാക്കി കളയണം എന്നല്ല. അതെന്തെങ്കിലും ഒരു നമുക്ക് സന്തോഷം തരുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു ബോണ്ട് വാങ്ങിയിടാം, ഒരു SIP, ഒരു ലംസമായിട്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിലിടാം. ഈ ഡിമാറ്റ് അക്കൗണ്ടൊക്കെ വളരെ ഈസിയാണ് കേട്ടോ തുടങ്ങാൻ. അത് ഞാൻ ഇനിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, എങ്ങനെയാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നതെന്നൊക്കെ. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ കാശ് ഏത് വഴിക്കാണ്, എങ്ങനെയാണ് ചിലവാകുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളും ഈ മെത്തേഡൊന്ന് പരീക്ഷിച്ച് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.